ഒരു വർഷമായി ഇതിൽ മീനുകളൊക്കെ പിടിച്ചിട്ട്. ഇതിൽ കുറേ മീനുകളുണ്ട്. നട്ടറുണ്ട്, രോഹു ഉണ്ട്, തിലോപ്പി ഉണ്ട്, ചൊടിയ മീനുകളുണ്ട്, പോട്ട മീനുണ്ട്, അങ്ങനെ കുറേ നാടൻ മീനുകളൊക്കെ ഉൾപ്പെടെ കുറേ മീനുകളുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇപ്പോൾ നിലവിലുള്ളത് നട്ടറാണ്. 10-25 മീനോളം നട്ടർ കിട്ടി. ഒരു ഏറ്റവും വലിയ നട്ടറിൻ്റെ വലിപ്പം വന്നിട്ട് ഒരു 5-5.5 കിലോൻ്റെ മേലെയുണ്ട്. ഇതായി കുട്ടികൾക്ക് ഇന്ന് ആര്യയും സുനിൽ 2 പിള്ളേരാണ്. അവർക്ക് മീനിനോട് ഭയങ്കര ഇഷ്ടവും താല്പര്യം. അപ്പോൾ അവരിതൊന്ന് ഞങ്ങൾ കുളത്തിലേക്ക് ഇട്ടോട്ടെ ചോദിച്ചപ്പോൾ ശരി, അതിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ വെറുതെ ഒരു തടസ്സം നിൽക്കണമെന്നുകൊണ്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മീൻ പിടിക്കുന്ന സമയത്ത് കുറേ കുഞ്ഞു മീൻ കിട്ടി. അതിനെയൊക്കെ പുറത്ത് ചെറിയ കുളത്തിലേക്ക് മാറ്റി അത് പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞ് പിടിക്കാന്നുള്ള തീരുമാനത്തിൽ വലിയ വലിയ നട്ടറുകളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ലൈവായിട്ട് തന്നെ വിൽക്കാന്നുള്ള തീരുമാനത്തിലും. അപ്പോൾ ഞങ്ങൾക്ക് കുറേ മീൻ അധികം കിട്ടി. എല്ലാ മീനിനെയും റോഡിലിട്ട് വിൽക്കാനുള്ള തീരുമാനമായിരുന്നു. ഒരു 4 മണിക്ക് കച്ചവടം തുടങ്ങി 7 മണിയാകുമ്പോഴേക്കും മുഴുവൻ മീനും വിറ്റ് തീർന്നു എന്നതാണ് ഏറ്റവും വലിയ സംഭവം. ഞങ്ങൾ തന്നെ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇത്രയും നന്നായിട്ട് വിൽക്കുന്നു. പക്ഷേ ലൈവായിട്ടും ഫ്രഷായിട്ടും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ ഒരുപാട് പേരുണ്ട് എന്ന് ഞങ്ങൾക്ക് ഇന്നത്തെ കച്ചവടത്തിൽ നിന്ന് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. നട്ടറിന് പല്ലുള്ളത് തന്നെ ചിലപ്പോൾ ചെറിയ കടിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നട്ടർ വലിയ പ്രശ്നക്കാരനൊന്നും അല്ല, അതിന് പല്ലുണ്ട്, അതൊരു ചെറിയൊരു കടിയൊക്കെ തരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വലിപ്പം കൂടുതലായതുകൊണ്ട് 5-5.5 കിലോ ഉണ്ട്. വിപണിയിൽ ആദ്യം എത്തിയത് വരാൽ. ഇവനൊക്കെ ആദ്യമേ ആളുകൾ വാങ്ങിയിട്ട് പോയി. 5-5.5 കിലോ ഉള്ള വരാലാണ്. കിലോ 160 രൂപ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ 180 രൂപ എന്ന രീതിയിലാണ് ഞങ്ങൾ മുഴുവൻ മീനും വിറ്റത്.